ഓഫീസിൽ വന്നിട്ടുണ്ട് ആള്. ആ ഇല്ല, ഇതിനകത്ത് നമ്മൾ നേരത്തെ ലിവിങ് ഡൊണേഷനും ഡിസീസ് ഡൊണേഷനും കൂട്ടിക്കഴിക്കാൻ പാടില്ല, രണ്ടും രണ്ടാണ്. ഓക്കെ. ഈ മസ്തിഷ്ക മരണത്തില് ഡോക്ടർ ഫിർദൗസിന്റെ ആരോപണം തെറ്റായി മസ്തിഷ്ക മരണം സൃഷ്ടിക്കപ്പെടുന്നുവെന്നാണ്. അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. ഡോക്ടർ മാത്യു പറഞ്ഞ പോലെ ഏകദേശം 4000-4500 റോഡ് അപകട മരണങ്ങൾ, അതിലൊരു 10% ആൾക്കാർ വെന്റിലേറ്ററിൽ കിടന്നാൽ പോലും നമുക്ക് അതിൻ്റെ തന്നെ 10% അല്ലെങ്കിൽ 100 ഡൊണേഷൻ നടക്കും. പക്ഷെ കേരളത്തിൽ ഇതുവരെ 70 ഡൊണേഷൻസ് പെർ ഇയർ കടന്നിട്ടില്ല. ഏറ്റവും ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ നടന്നത് കഴിഞ്ഞ 2025 25 ഡൊണേഷൻസ്, അല്ലെങ്കിൽ 10 ഡൊണേഷൻ, 10 ഇത് കൃത്യമായ കണക്കില്ല. എല്ലാത്തിനും കണക്കുണ്ട്, എല്ലാത്തിനും കണക്കുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ സമൂഹത്തിൽ നടക്കുന്നത് എന്താണ്? കാര്യം ഇദ്ദേഹം കുറച്ച് പഠിച്ചു ഇതിനകത്ത്. അല്ല, അതെ, സർവൈവലിന്റെ കാര്യം ഞങ്ങൾ ആക്ച്വലി ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. അതായത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികളെ എങ്ങനെ സർവൈവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കണക്കെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എടുക്കുന്നുണ്ട്, അതും എടുക്കുന്നുണ്ട്. അതും നമ്മൾ താമസിയാതെ ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കും. കഴിഞ്ഞ 5 വർഷം നടന്ന മസ്തിഷ്ക മരണം. പിന്നെ ചെലവിന്റെ കണക്ക് പറയുന്നത് ശസ്ത്രക്രിയയുടെ ചെലവുകളാണ്, അല്ലാതെ അതായത് ഇപ്പോ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആളിന് പൈസ കൊടുക്കുന്നതായിട്ട് അങ്ങനെ ചെയ്യപ്പെടുന്നുണ്ടോ? ഈ മസ്തിഷ്ക മരണത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. ലിവിങ് ഡൊണേഷനിൽ ഉണ്ടാകുമായിരിക്കും, പക്ഷെ നമുക്ക് അങ്ങനെ നേരിട്ട് അങ്ങനെയാണെങ്കിൽ അവർ അംഗീകരിക്കത്തില്ല. ഞാൻ ചോദിക്കും, നമുക്ക് കുറച്ച് ഇടപെടാൻ ഒരു സെൻസിറ്റീവ് ഏരിയ ചെയ്തു എനിക്ക് മനസ്സിലാവും. എന്നാൽ ഇത് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ നടക്കാതിരിക്കാൻ ഈ കച്ചവടം പോലുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ചൂഷണങ്ങൾ നടക്കുന്നത് 2 തരത്തിലാണ്. ഒന്നെന്ന് വെച്ചാൽ ലിവിങ് ഡൊണേഷനിൽ ഒരു വൾണറബിൾ ഇൻഡിവിജ്വലിനെ പൈസ കൊടുത്ത് പ്രലോഭിപ്പിക്കാം. അത് തടയാനാണ് നമ്മുടെ ഈ കമ്മിറ്റികൾ വെച്ച് കുറെ രേഖകൾ വേണം, അതിന് കുറച്ച് നൂലാമാലകൾ രഞ്ജിന് തന്നെ പറഞ്ഞ് കുറെ പേപ്പർ വർക്ക് ഉണ്ട്. അത് വച്ചിരിക്കുന്ന ആ റെഗുലേഷന് വേണ്ടിയാണ്. ബ്രെയിൻ ഡെത്തില് ചൂഷണം വരാതിരിക്കാൻ നമ്മൾ ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷന്റെ റെഗുലേഷൻ, അത് 4 ഡോക്ടർമാരടങ്ങിയ കമ്മിറ്റി 2 പ്രാവശ്യം 6 മണിക്കൂർ ഇടവിട്ട് ടെസ്റ്റ് ചെയ്താണ് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഓർഗൻ ലൊക്കേഷൻ പൂർണ്ണമായിട്ടും കേസ് ഓട്ടോയുടെ അധീനതയിലാണ് നടക്കുന്നത്. ആർക്കും ഒരു ആശുപത്രിയല്ല തീരുമാനിക്കുന്നത് ആർക്ക് കൊടുക്കണം. ലിസ്റ്റ് പ്രകാരം നേരത്തെ പറയാം, മനു പോലും രജിസ്റ്റർ ചെയ്താൽ മാത്രമേ മനുവിന് കിട്ടുള്ളൂ, അല്ലാതെ ഒരിക്കലും കിട്ടത്തില്ല. രജിസ്റ്റർ ചെയ്താൽ മുൻഗണനാ ക്രമം അനുസരിച്ചാണ് ഓർഗൻ അലൊക്കേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് വേറെ ഒരു 3ാം കിട ആരെങ്കിലും ഇടപെടലോ അങ്ങനെ ഒന്നും നടക്കത്തില്ല. ഇൻക്ലൂഡിങ് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പോലും ഇതുവരെ ഒരു ലിസ്റ്റ് മറികടന്ന് ഞങ്ങൾ ഇന്ന ആൾക്ക് കൊടുക്കണമെന്നോ ഇതുവരെ കഴിഞ്ഞ ഞാൻ 14 വർഷമായിട്ട് ഈ പ്രോഗ്രാമിൽ നോക്കുകയാണ്, ആരും ഇടപെട്ടിട്ടില്ല. അപ്പൊ അത്രയും സുതാര്യതയാണ് അലൊക്കേഷൻ നടക്കുന്നത്.